ചേച്ചി നമസ്കാരം. 50 ദിവസം കൂടുതൽ ചേച്ചി ബിഗ് ബോസിൽ 6 ഇറങ്ങി വരികയാണ്. എങ്ങനെയാ ശരിക്കും ചേച്ചി ഔട്ടാവേണ്ടതല്ല എന്ന് ചേച്ചി തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതൊരു ഗെയിമല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും പറ്റില്ലല്ലോ. എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്. അപ്പോൾ അതല്ല, ചേച്ചി ഒരു എന്റർടൈനർ ആയിരുന്നു. ഭയങ്കരമായിട്ട് ചേച്ചി ഒന്നും കഴിച്ചില്ല. നമുക്ക് സന്തോഷമായിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് കാണാം. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു സോ മച്ച്. അന്നേരം താങ്ക്സ്. ഇത്ര നേരം വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നിങ്ങൾ സഹായിക്കണം പ്ലീസ്. ഒരു 5 മിനിറ്റ് ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൊ അതിനുള്ളൊരു വന്നതിന് താങ്ക്സ് കേട്ടോ. അല്ല, ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ടാണ്. ചേച്ചി അവിടെ വെറും വാഴ പോലെ ഇരിക്കുന്ന ആൾക്കാര് ഔട്ടാവാതെ ചേച്ചി ഔട്ടായാലും എന്തെങ്കിലും പ്രതികരണം എന്താണ്? ചേച്ചി ഇറങ്ങി എല്ലാവരും അത്യാവശ്യം എല്ലാവർക്കും റെസ്പോൺസ് തരാം, തീർച്ചയായിട്ടും തരും. താങ്ക് യു. നിങ്ങൾ വന്നതിന് കണ്ടതിന് വീഡിയോ ഇല്ല, അങ്ങനൊന്നുമില്ല. ഫേവർ ചെയ്യുന്ന പോലെ തോന്നാറുണ്ടോ? അതുമില്ല. ബാഗ് പോകണം. ചേച്ചി എന്താണ് ഇത് ഒന്നും മിണ്ടാതെ പോകണം? എന്തെങ്കിലും അതൃപ്തി ഉണ്ടോ ആരോടെങ്കിലും? ഒരിക്കലില്ല. പിന്നെ ഔട്ടായതിൽ എന്താ നിരാശയുണ്ടോ? കാണാൻ പറ്റില്ല. ഞാൻ ഒന്നാമത് എന്റെ എന്റർടൈൻമെന്റ്സ് ആയിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതും അറിയില്ല. ഇപ്പോഴത്തെ എല്ലാവരും നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹോപ്പ് ഏറ്റവും നല്ല ആള് തന്നെ വിജയിക്കട്ടെ. ബിഗ് ബോസിൽ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരുമായിട്ട് എനിക്ക് നല്ല റാപ്പ് ഉണ്ടായിരുന്നു. എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാൻ എങ്ങനെയാ എല്ലാവരുടെയും കാര്യം പറയാം. ചേച്ചി അപ്പൊ ഫേക്ക് ആയിട്ടാണോ അവിടെ കളിച്ചത്? ഫേക്കാണോ അവിടെ? നിങ്ങൾക്ക് എവിടുന്നാ വരുന്നേ? കുറെ നേരം ചേച്ചി ഒരു 2 മിനിറ്റ് ഒക്കെ ഫേവറബിളായിട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? ജാസ്മിനെതിരെ അല്ല, ജാസ്മിന് ഫേവറബിളായിട്ട് എന്റെ ഒരു അക്ഷരം കിട്ടിയല്ലോ. ഒന്നും പറയാണ്ട് വേണം. സങ്കടമാണോ സന്തോഷമാണോ? എല്ലാവരും വന്നതിലും കണ്ടതിലും സന്തോഷം. സങ്കടമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ. ബിഗ് ബോസിൽ ചേച്ചി ഹാപ്പി ആയിരുന്നോ? ഹാപ്പി ആയിരുന്നു. അത് അങ്ങനൊന്നുമില്ല. ഗെയിമല്ലേ, നമ്മളാദ്യം പ്രതീക്ഷിക്കണം. പോട്ടെ. ബിഗ് ബോസ് ജാസ്മിനെ ഫേവറബിൾ ആണോ ബിഗ് ബോസ്? ചേട്ടാ ഒരു മിനിറ്റ് ഇതൊക്കെ ഞാൻ കണ്ടിട്ട് വേണം എനിക്ക് പറയാനായിട്ട്. തോന്നിയ കാര്യം ചേച്ചി ബിഗ് ബോസ് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? എന്തൊക്കെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, നമ്മൾ
ഒരു ഗെയിമല്ല. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് അറിയാവുന്നത്. നിങ്ങളാണ് എല്ലാ പോയിന്റ്സും കാണുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. അവിടെ ഉള്ള ഓരോരുത്തരും നല്ല എക്സ്പീരിയൻസ് ആണ്. ജിൻഡോ ചേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം? അടിപൊളിയല്ലേ? ഗബ്രിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്ത് പറയാൻ, എല്ലാം നമ്മുടെ കോ കണ്ടസ്റ്റൻസ് ആണ്. അതുകൊണ്ട് അപ്പൊക്കോട്ടെ, എനിക്ക് നല്ല വിശക്കുണ്ട്. നിങ്ങളെ പോലെ തന്നെ വിശക്കുണ്ട്.